സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോടും കണ്ണൂരും 288 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണുള്ളത്. 284 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തും പാലക്കാട് മൂന്നാം സ്ഥാനത്തും തുടരുകയാണ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും കലോത്സവ നഗരിയിൽ നിന്ന്. സനിസ, എങ്ങനെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു? കലോത്സവ വൈബ് എങ്ങനെയുണ്ട്? ദിവ്യ, കലോത്സവം രണ്ടാം ദിനത്തിലും അതിന്റെ ചൂടും ചൂരും ഒന്നും ചോർന്നു പോകാതെ തന്നെ വളരെ ഊർജത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അല്പസമയം മുൻപ് 258 ഒക്കെ ആയിരുന്നു ആ കപ്പിനായിട്ടുള്ള പോരാട്ടത്തിൽ കോഴിക്കോടിന്റെ ഒക്കെ ഈ നില. എന്നാൽ ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതാ നമ്പറുകൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോടിന് 263, ഒപ്പത്തിനൊപ്പം 263 പോയിന്റുമായി കണ്ണൂരുമുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരും കോഴിക്കോടും തമ്മിൽ നടക്കുന്നത്. മൂന്നാമതായിട്ട് സ്വന്തം ശക്തന്റെ മണ്ണിലാണ് ഈ കലോത്സവം നടക്കുന്നത്. ശക്തി തെളിയിക്കാനായിട്ട് തൃശൂർ രണ്ടാമതായിട്ട് തുടരുന്നുണ്ട്. മൂന്നാമതായിട്ട് പാലക്കാട്, കഴിഞ്ഞ വർഷം കപ്പുയർത്തിയ പാലക്കാട് ഒപ്പത്തിനൊപ്പം ഒരു പോയിന്റിനാണ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാടിന് കപ്പ് പോയത്. ഇപ്പോൾ കപ്പ് പിടിക്കാൻ വേണ്ടി പാലക്കാടും ശക്തിയോടെ തന്നെ മത്സരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ HSന്റെ വിഭാഗം പ്രസംഗ മത്സരമാണ് കഴിഞ്ഞത്. അടുത്തതായിട്ട് HSS വിഭാഗം ഈ കണ്ണാന്തളി വേദിയിൽ നടക്കാനായിട്ടുണ്ട്. അത്തരത്തിൽ വേദികളിലൊക്കെ പല മത്സരങ്ങളും പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 3 ജില്ലകൾ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഒന്നാം വേദിയിൽ ഭരതനാട്യമാണ് നടക്കുന്നത്. ബോയ്സിന്റെ ഭരതനാട്യം, HSS വിഭാഗം ഭരതനാട്യം. അതുപോലെ തന്നെ രണ്ടാം വേദിയിൽ നാടോടി നൃത്തം. വളരെ കളർഫുൾ ആയിട്ട് നമുക്കറിയാം, നാടോടി നൃത്തം ഒരുപാട് കാണികൾ കാണുന്ന ഒരു മത്സര ഇനമാണ്. ഇത്തരത്തിൽ പല കഥകൾ പറയുന്ന നാടോടി നൃത്തം. ഇപ്രാവശ്യം കുറെ ട്രെൻഡുകളൊക്കെ നാടോടി നൃത്തത്തിൽ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. നമ്മൾ ജില്ലാ വിഭാഗത്തിന്റെ ഒക്കെ നാടോടി നൃത്തം കണ്ടപ്പോൾ ഈ പോലീസിന്റെ വേഷത്തിലും ഒക്കെയുള്ള കഥകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇന്നലെ സംഘർ നൃത്തത്തിൽ ബാലാമണിമാർ ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ട്രെൻഡുകൾ ഈ കലോത്സവത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. മൂന്നാമത്തെ വേദിയിൽ മംഗലം കളി, അത് കഴിഞ്ഞ പ്രാവശ്യം 5ഓളം പുതിയ ഈ ഗോത്ര വിഭാഗ കലകൾ കൂട്ടിച്ചേർത്തതിന്റെ ഭാഗമായി കൂടിച്ചേർന്ന ഒരു കലയാണ് മംഗലം കളി. ഇന്നലെ പണിയ നൃത്തത്തിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. ഈ മംഗലം കളിയാണ് ഇന്ന് വേദി 3-ൽ പുരോഗമിക്കുന്നത്. HSS വിഭാഗത്തിന്റെ മംഗലം കളിയാണ്. വേദി 4-ൽ മിമിക്രി പുരോഗമിക്കുന്നുണ്ട്. അതിനും ഒരുപാട് മിമിക്രി, മോണോ ആക്ട് പോലെയുള്ള വിഭാഗങ്ങൾക്ക് നമുക്കറിയാം കാണികൾ ഏറെ ആയിരിക്കും. ഇവിടെ പ്രസംഗ മത്സരത്തിന് തന്നെ നിങ്ങൾക്ക് HSS വിഭാഗത്തിന്റെ പ്രസംഗം ഇവിടെ ഇപ്പോൾ നടക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നതാണ്. ഈ വേദിയിൽ തന്നെ നമുക്ക് ആളുകളെ കാണാൻ കഴിയും. അതുപോലെ ഒഴിഞ്ഞ വേദികൾ ഈ തൃശ്ശൂർ ഇല്ലെന്ന് തന്നെ പറയാം. വേദി നാടക മത്സരം 9:30 തന്നെ പുരോഗമിക്കുന്നുണ്ട്. HSS വിഭാഗത്തിന്റെ നാടകമാണ് പുരോഗമിക്കുന്നത്. അവിടെ അക്ഷയ, നമ്മുടെ പ്രതിനിധി അക്ഷയ അവിടെ തന്നെ ഇന്ന് രാവിലെ അവിടത്തേക്ക് പോയിട്ടുണ്ട്. HSS വിഭാഗത്തിന്റെ നാടകം മറ്റന്നാളാണ് നടക്കാൻ പോകുന്നത്. നാടകം ഗംഭീരമായിട്ട് പുരോഗമിക്കുന്നുണ്ടെന്നാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പൊതുവെ ലാഗ് ഒരു സ്ഥിരം സംഭവമാണ് ഈ കലോത്സവങ്ങളിൽ. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നാണ് നിലവിൽ പറയാൻ കഴിയുന്നത്. 2 ദിനം പിന്നിടുമ്പോഴേക്കും കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കോഴിക്കോടിന് ഒരു തിരിച്ചുവരവ് ഉണ്ടായേ മതിയാകൂ എന്നൊരു വാശി അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പുതിയ ജില്ല നമ്മൾ പറഞ്ഞു, തൃശ്ശൂരാണ് കപ്പ് ഉയർത്തിയത്. പാലക്കാടിന് 1 പോയിന്റിനാണ് കപ്പ് നഷ്ടമായത്. അപ്പോൾ ഇരുവരും തമ്മിൽ വലിയൊരു മത്സരം ഉണ്ടാകുമെന്നാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ ഒരു പുതിയ ജില്ല അവരെ കടത്തിവെട്ടുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ കണ്ണൂരും ഇത്തരത്തിൽ കപ്പുയർത്തിയ ഒരു ജില്ല തന്നെയാണ്. പക്ഷേ കണ്ണൂര് ഇപ്രാവശ്യം എല്ലാവരെയും കടത്തിവെട്ടുമോ എന്നൊരു സംശയമുണ്ട്. കോഴിക്കോട് തിരിച്ചു പിടിക്കുമോ, അല്ലെങ്കിൽ പാലക്കാടൻ കാച്ച ആ 1 പോയിന്റ്, ആ ഒരു വ്യത്യാസത്തിന്റെ ആ കഴിഞ്ഞ വർഷത്തെ ആ വിഷമം അവർ ഈ പ്രാവശ്യം മാറ്റുമോ, അല്ലെങ്കിൽ ശക്തന്റെ മണ്ണിൽ നടക്കുന്ന കലോത്സവം ശക്തി തെളിയിച്ചുകൊണ്ട് തൃശ്ശൂർ തന്നെ കപ്പുയർത്തുമോ? അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. ഊർജത്തോടെ ഈ കലോത്സവം വൈബായിട്ട് തന്നെ പുരോഗമിക്കുകയാണ് ദിവ്യ.